ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു പഴം കൊണ്ടുള്ള ഇലയുടെ റെസിപ്പിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വലിയ പഴം, പിന്നെ ഏലക്കായ, ഇതൊക്കെ നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിക്നെസ് മതി കേട്ടോ. വെള്ളം കൂടാനും പറ്റില്ല, കുറയാനും പറ്റില്ല, അങ്ങനെ. അപ്പോൾ ഇതിലേക്ക് തേങ്ങയും പിന്നെ നമ്മളെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടാകുന്നുണ്ട്, ഞാൻ എടുത്തു. അപ്പോൾ അണ്ടിപ്പരിപ്പ് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരിപ്പൊടി ആവശ്യമാണ്. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കില്ല, അരിപ്പൊടി. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങയും അണ്ടിപ്പരിപ്പും പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സും പിന്നെ ശർക്കര പാനീയം കൂടി വേണം കേട്ടോ മധുരത്തിന്. അപ്പോൾ ശർക്കര പാനീയം വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ കേട്ടോ ഞാൻ കുഴച്ചെടുത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലും നമ്മൾ കൂടുതലാവാൻ പാടില്ല, വെള്ളം കൂടുതലാവാൻ പാടില്ല. ഈ ഒരു തിക്നെസ്സിൽ മതി. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മൾ പരത്താൻ പോവുകയാണ്. നമ്മൾ വാഴൻ്റിലാണ് കേട്ടോ പരത്താൻ പോണത്. അപ്പോൾ വാഴൻ്റിലയിൽ കുറച്ച് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തു. ഇത് ആവിയിൽ വേവിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും വേവിക്കെടുക്കണം, എന്നാലും ഉള്ളൊക്കെ എല്ലാം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെന്തോന്ന് നോക്കുകയാണ്. അപ്പോൾ അത് ഒട്ടി പിടിക്കുന്നുണ്ട്, അപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുത്തിട്ടല്ലേ ചൂടാട്ടോ, അതാണ് അവിടെ വേഗം ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റാ, ബൈ.